യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യമാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ വാഗ്ദാനം നൽകുന്ന ഒരു വചനമാണ്. ഏറെ സന്തോഷം നൽകുന്ന. എന്താണെന്നറിയോ? ലോകാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന്, നമുക്ക് സംരക്ഷണം തരുമെന്ന്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവം ശാരീരികമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മരണശേഷം പ്രിയമുള്ളവരെ, ഉദ്ധാനം ചെയ്ത കർത്താവ് അരൂപിയായി നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ കതകടച്ചിരുന്നപ്പോൾ അവരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ, അവരോട് കൂടിയായില്ലേ, അവർ ധൈര്യപ്പെടുത്തിയില്ലേ. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഉദ്ധിതനായ കർത്താവ് ചെയ്ത വാഗ്ദാനം ഇതാണ്: ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഈ വാഗ്ദത്തത്തിൻ്റെ അച്ചാരം ദൈവത്തിൻ്റെ വാഗ്ദാനം തന്നെയാണെങ്കിൽ ഈ വാഗ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുമ്പോഴും, ഞാൻ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോഴും, എൻ്റെ ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം ഓർക്കണം: ദൈവം നമ്മോട് കൂടെയുണ്ട്. യേശു ജനിച്ചപ്പോൾ ഇമ്മാനുവലായതിൻ്റെ അനുഭവം ഇത് തന്നെയാണ്: ദൈവം നമ്മോട് കൂടെ. എങ്കിൽ സഹോദര സഹോദരി, ദൈവം നമ്മോട് കൂടെ ഉണ്ടായി നമ്മെ സഹായിക്കുന്ന ആ ക്രിസ്തുമസ് അനുഭവം ഉദ്ധാനത്തിന് ശേഷവും ലോക അവസാനം വരെയും ഉണ്ടാകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഇന്ന് കർത്താവ് നമുക്ക് തരുന്നുവെങ്കിൽ ഈ വാഗ്ദത്തെ മുറുകെ പിടിച്ച് അങ്ങ് ജീവിക്കാം. പ്രിയമുള്ള സഹോദര സഹോദരി, യേശു കൂടെയുള്ളപ്പോൾ നാം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതാ വാഗ്ദത്ത പേടകം, സമർപ്പിച്ചോളൂ നിയോഗങ്ങൾ. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ ഭയം വിട്ടുപോകുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ തിന്മകളൊക്കെ വിട്ടുപോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അതെല്ലാം സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ക്രിസ്തുവിലൂടെ ഇമ്മാനുവലായ കർത്താവ് ഉദ്ധാനത്തിന് ശേഷം നമുക്ക് തരുന്ന വാഗ്ദാനമാണ്: ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ നമുക്കൊരു മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനീശ്വരുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.